നമ്മുടെ അഭിനവ മതേതരന്മാർ ഇന്നലെ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മോണോലിസ ഭോസ്ലെ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടത്തിക്കൊടുത്തു. ഒരു കൂട്ടർ പറയുന്നു പെൺകുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ളത്, മറ്റൊരു കൂട്ടർ പറയുന്നു 18 കഴിഞ്ഞു എന്നുള്ളത്. അത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമൊക്കെ തന്നെ. ഞാനിവിടെ പരാമർശിക്കാൻ പോകുന്ന വിഷയം അതൊന്നുമല്ല. പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് വിവാഹമല്ല, അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാതെ ഈ പെൺകുട്ടികൾ, ഇപ്പം ആ 18 വയസ്സായ പെൺകുട്ടി ഒരു മാസം കൊണ്ട് കണ്ട ആ ചെറുപ്പക്കാരൻ അവനിലെല്ലാം വിശ്വസിച്ച് അവളുടെ ജീവിതം അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ ഇവൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം ആൾക്കാരൊക്കെ പൊട്ട ബുദ്ധികളാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമോ? ശരി, അവർക്ക് ആ ധാരണയില്ല എങ്കിൽ ഈ പറയുന്ന മാന്യന്മാർ അവർക്കതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്തിന് പറഞ്ഞു കൊടുക്കണമല്ലേ? നമുക്ക് വോട്ട് കിട്ടണം, നമ്മൾ പുരോഗമനക്കാരാണെന്ന് പറയണം. ഈ പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ആൾക്കാരുടെ സഹോദരിയോ അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിലുള്ള ബന്ധുക്കളുടെ മക്കളോ ഒന്നും അല്ലല്ലോ അവരങ്ങനെ എടുക്കാൻ. എവിടെ നിന്നോ വന്ന ഒരു പെൺകുട്ടി, അതിനപ്പുറം ഇവർക്ക് ആ പെൺകുട്ടി ഒന്നുമല്ല. ആ പെൺകുട്ടിയെ ഇവർ ഉപയോഗിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇത്തരം പെൺകുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. ഇവരാദ്യം അവരുടെ സ്വന്തം കാലിൽ നിൽക്കട്ടെ. വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തുമായിക്കോട്ടെ, നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ നമുക്കത് ഒഴിവാക്കി പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. ആ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ട എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അതെങ്ങനെ ഉണ്ടാവും? അതിന് നല്ല വിദ്യാഭ്യാസവും അത്യാവശ്യം ഒരു ജോലിയും ഒക്കെ വേണം. എന്നാലല്ലേ അത് പറ്റുള്ളൂ. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. എന്തുവാ ഇതിങ്ങനെ പോകുന്നു, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് എവിടോട്ട് പോകാനാണ്, എനിക്ക് വീടില്ല, എന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വിട്ടു, എനിക്ക് നല്ലൊരു ജോലിയില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം പെൺകുട്ടികൾക്ക് വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവർ പരസ്പരം ടോക്സിക് അല്ല എന്നുണ്ടെങ്കിൽ, ടോക്സിക് ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ടോക്സിസിറ്റി ഉള്ള ഒരു ബന്ധത്തിൽ ചെന്ന് അകപ്പെടാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ കാണുന്നതാണ് പലപ്പോഴും. ആസിഡ് ആക്രമണം നടത്തുന്നു, തീ കത്തിച്ച് കൊല്ലുന്നു, കെട്ടിത്തൂക്കി കൊല്ലുന്നു. കൂടുതലും പെൺകുട്ടികളാണ് ഇതിൽ പെട്ടുപോകുന്നത്. നമുക്കറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഞങ്ങൾക്ക് കൂടെ ഉള്ളതാണ് ഈ ലോകം. ഇത് ചുമ്മാ ഫെമിനിസം പറയുന്നത് പോലല്ല, ഇത് പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പ്രവർത്തിച്ച് കാണിക്കണം. തീരെ തരം താണ രീതിയിലല്ല. നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം താൻ ഫിനാൻഷ്യലി സൗണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരാളുടെ പെർമിഷൻ, ഒരാളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ലെവലിലേക്ക് പെൺകുട്ടികൾ എത്തണം. അതിനുശേഷം മാത്രമേ വിവാഹം കഴിക്കൂ.